ഇന്നതാ ഈ കാണുന്നത് ഒരു ട്വിൻ ഹൗസ് ആണ്. നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് കടകംപള്ളി വില്ലേജ് ഓഫീസിന് തൊട്ട് പിൻവശത്താണ്. അതായത് കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷന് തൊട്ട് പിൻവശത്തായിട്ട് വലിയ ഉദയാദിത്യപുരം ശിവക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നമ്മളെ ആനേറയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ആനേറയിൽ നിന്ന് വെൺപാലോട്ടം പോകുന്ന റോഡിൽ കടകംപള്ളി വില്ലേജ് ഓഫീസിന് എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇടത്തോട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വലിയൊരു ആർച്ച് കാണാം. അത് കയറി നേരെ ഇങ്ങനെ വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വരും. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടി വിസിബിൾ ആവും. ഞാനിത് ഇരട്ട വീട് അല്ലെങ്കിൽ ട്വിൻ ഹൗസ് എന്ന് പറയാൻ കാരണം നമുക്ക് ഈ രണ്ട് വീടുകളും കൂടെ ആയിട്ട് ടോട്ടലായിട്ട് 6 സെൻറ്റിൽ 3500 സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടമാണ്. അതിൻ്റെ ഇടയിൽ ഒരു പാർട്ടിഷൻ വാളുണ്ട്. അത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ ഏറ്റവും ടോപ്പ് വരെയും ടെറസ് വരേക്കും പോകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇഫ് ഇൻ കേസ് ഇത് 2 പാർട്ടിക്കായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇടയിലൊരു മതിൽ കെട്ടി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു പാർട്ടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ 2 സഹോദരങ്ങളാണെന്ന് വയ്ക്കട്ടെ. അപ്പോൾ 2 പേർക്കും 2 വീടായിട്ട് വാങ്ങാം. നമുക്കിതിനകത്ത് 3 വണ്ടിയൊക്കെ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും കേട്ടോ. ഇനി അതല്ല ഇടയിൽ വാൾ പാർട്ടിഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് 2 വണ്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലാവും. എന്തായാലും എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ വാങ്ങി നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. കാരണം കിംസ് ഹോസ്പിറ്റലിനൊക്കെ തൊട്ടടുത്താണ്. എയർപോർട്ടായാലും എല്ലാ ഭാഗങ്ങളിലേക്കും ലുലു മാളായാലും എല്ലാം വളരെയേറെ അടുത്ത് വരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. ഇത് വീട് വന്നിട്ട് ഏകദേശം 10 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. പക്ഷേ ഇപ്പം പൂർണ്ണമായിട്ട് റെനോവേറ്റ് ചെയ്ത കണ്ടീഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ സാനിറ്ററി വെയർസ് എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ ലിവിംഗ് സ്പേസ്, ഇവിടെ ഡൈനിങ് ഏരിയ, അവിടെ ആയിട്ടൊരു കോമൺ ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ നമുക്കിതാ ഇതുപോലെ ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമായിട്ടോ ഓഫീസ് റൂമായിട്ടോ കൺസൾട്ടേഷൻ റൂമായിട്ടോ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ പുറത്ത് നിന്ന് നമുക്കൊരു വാതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽസ് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു കൺസൾട്ടേഷൻ റൂമായിട്ട് ഇതിനെ പ്രയോജനപ്പെടുത്താം. ഇവിടെയായിട്ട് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. അവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഭാഗത്തായിട്ട് ഇതാ ഇതുപോലെ കിച്ചൺ വരുന്നതിൽ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് എല്ലാം അടച്ചിട്ടെടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഇതാ ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോഴും ഈ ചുമർ അങ്ങനെ തന്നെ കാണാൻ സാധിക്കും. ഗ്രൗണ്ട് ഫ്ലോർ തൊട്ട് നമ്മുടെ ടെറസ് വരേക്കും ഈ ഒരു പാർട്ടിഷൻ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇതുപോലെ 2 ബെഡ്റൂംസ് ആണ്. 2ഉം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് ആണ്. എല്ലാ റൂമുകളിലും നമുക്കിതുപോലുള്ള കബോർഡ് സൗകര്യം കാണാൻ സാധിക്കും. ബാത്റൂമിനകത്തുള്ള പൈപ്പ് ഫിറ്റിംഗ്സ് ആയാലും സാനിറ്ററി വെയർസ് ആയാലും എല്ലാം തന്നെ പുത്തനാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ റെനോവേറ്റ് ചെയ്ത സമയത്ത് ഏകദേശം 25 ലക്ഷം രൂപ മുടക്കിയാണ് ഈ റെനോവേഷൻ നടത്തിയിട്ടുള്ളത്. ജാഗ്വാറിൻ്റെ ബ്രാൻഡ്സാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു ഓപ്പൺ ടെറസിലേക്കും ഇവിടെയായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്ക് കയറാം. ടെറസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ട്രസ് വർക്ക് ചെയ്ത് നമുക്ക് റൂഫ് ചെയ്തിട്ടുണ്ട്. ടെറസിലായാലും നമുക്ക് ആ പാർട്ടിഷൻ നമ്മുടെ സെഗ്രിഗേഷൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിലൊരു കെട്ടിടമായിട്ടോ അല്ലെങ്കിൽ 2 പാർട്ടിക്കായിട്ടോ നമുക്ക് വിൽക്കാനും സാധിക്കും. അപ്പോൾ ഒരു ഷെയർഡായിട്ടുള്ള ഒരു ചുമര് മാത്രം നമുക്കുണ്ടാവും. 2-3 സെൻറ്റിൽ വീതം വരുന്ന രീതിയിൽ നമുക്ക് പാർട്ടിഷനാക്കി വാങ്ങിയെടുക്കാം. ഈ കാണുന്ന പോലെ നമ്മുടെ അടുത്ത ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് എൻട്രൻസ് വരും. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ആ ഒരു ചുമര് ബാൽക്കണിയിലായാലും ഈ ഒരു പാർട്ടിഷൻ കൃത്യമായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. ടോട്ടലായിട്ട് 6 സെൻറ്റിൽ 3500 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. നമ്മുടെ വലിയ ഉദയാദിത്യപുരം ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതുപോലെ നല്ല വീടുകളുള്ള അടിപൊളി ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ഉദ്ദേശിക്കുന്ന വില 1,75 ലക്ഷം രൂപയാണ്. ഇനി അതല്ല ഇത് 2 യൂണിറ്റായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഉടമയായിട്ട് സംസാരിക്കാം. അതാണെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ടാവും. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലാക്കാവുന്നതാണ്.